കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന അന്തരിച്ച വി പ്രകാശിന്റെ വീട്ടിൽ എം സ്വരാജ് സന്ദർശനം നടത്തി. തികച്ചും സൗഹൃദ സന്ദർശനമായിരുന്നുവെന്ന് എം സ്വരാജ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കിയാണ് വി പ്രകാശിന് കോൺഗ്രസ് സീറ്റ് നൽകിയത്. വി പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രകാശിന്റെ കൈതട്ടി നീക്കി ആര്യാടൻ ഷൗക്കത്ത് പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപായിരുന്നു പ്രകാശിന്റെ മരണം. രാത്രി 9 മണിയോടെയാണ് വി പ്രകാശിന്റെ വീട്ടിലേക്ക് എം സ്വരാജ് എത്തിയത്. വി പ്രകാശിന്റെ ഭാര്യയോടും മക്കളോടും സ്വരാജ് 15 മിനിറ്റോളം സംസാരിച്ചു. പ്രകാശുമായി ആത്മബന്ധമുണ്ടായിരുന്നുവെന്ന് സന്ദർശനം കഴിഞ്ഞ് എം സ്വരാജ് പറഞ്ഞു. പ്രകാശ് ചേട്ടൻ്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ ആദ്യമായി പരിചയപ്പെട്ട അനുഭവങ്ങൾ പറയുകയായിരുന്നു. ആദ്യമായി പ്രകാശ് ചേട്ടൻ്റെ ഭാര്യയെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു KSRTC ബസ്സിൽ വെച്ചാണ്. കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനമൊക്കെ വഹിച്ച് അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാവായിരിക്കുന്നു. അങ്ങനെ ഒരു നേതാവിനെ KSRTC ബസ്സിൽ വെച്ച് കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സാധാരണഗതിയിൽ. തികച്ചും സൗഹാർദ്ദ സന്ദർശനമായിരുന്നുവെന്ന് സ്വരാജ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് ചോദിച്ചോ എന്ന ചോദ്യത്തിന് സ്വരാജിന്റെ മറുപടി ഇങ്ങനെ: അത് നമുക്ക് വളരെ അടുപ്പമുള്ളവരോട് ചിലപ്പോൾ വോട്ട് ചോദിക്കണമെന്നില്ല. ഇപ്പോൾ അത്രയും അടുത്ത സൗഹൃദവും ബന്ധമൊക്കെ ഉള്ള ആളുകളോട് ചിലപ്പോൾ വോട്ട് ചോദിച്ചോളണമെന്നില്ല. വി പ്രകാശിന്റെ സഹോദരന്മാർ KSU നേതാക്കളായി പ്രവർത്തിച്ചിരുന്നവരാണ്. വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലും പിന്നീടും ഇവരൊക്കെയായി ബന്ധം സൂക്ഷിച്ചിരുന്നുവെന്നും എം സ്വരാജ് പറഞ്ഞു. കൈരളി ന്യൂസ്, നിലമ്പൂർ.